ഹായ് ഫ്രണ്ട്സ്, ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന നെയിമിലാണ് ഞാനിപ്പോൾ റേസൊക്കെ അറ്റൻഡ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെല്ലാം കൂടുതൽ ആൾക്കാർക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല, എന്നാലും എല്ലാവർക്കും റേസ് എല്ലാവരും കാണുന്നുണ്ട്. അതിൽ കുറച്ച് കാലങ്ങളായി ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ പിന്തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അധികമൊന്നും പ്രൈസ് കാര്യങ്ങളൊന്നും എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് പ്രൈസാണ് എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഇതെൻ്റെ ബൈക്കാണ്, ഇത് ഇമ്പൾസാണ്, ഹീറോ ഇമ്പൾസാണ്. അപ്പോൾ ഈ ഒരു ബൈക്കിൽ ആണ് ഞാനിപ്പോൾ ഈ റേസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓൾ ഇന്ത്യ ഡെറ്റ് റേസ് ഇപ്പോൾ തമിഴ്നാട്, കേരളം, ബാംഗ്ലൂർ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ അതർ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് വണ്ടിയൊക്കെ പണിതിട്ട് ഒരുപാട് പൈസ ഒക്കെ ചിലവായിട്ടുണ്ട്. അവരൊക്കെ വിശ്വസിച്ച് മറ്റുള്ള റൈഡർമാരെ പെർഫോമൻസും കാര്യം കണ്ടിട്ട് നമുക്ക് അതേപോലെ ഓടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഈ ഒരു വണ്ടി അതേ ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്തു തരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമുക്ക് പൈസയൊക്കെ സ്വപ്നം കണ്ടിട്ട് ഒരു അതർ സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. പൈസ ഒക്കെ അവിടെ നിന്ന് ഒപ്പിച്ച് കഷ്ടപ്പെട്ടിട്ട് രാവും പകലും നമ്മളിതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു വണ്ടി, എനിക്കിതുവരെയായിട്ടും നല്ലൊരു വണ്ടി എൻ്റെ ഈ ഒരു ട്രാക്കിൽ എനിക്ക് ഓടിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും കാലമായിട്ട്. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാടുണ്ട്, അവരൊക്കെ എൻ്റെ ഒപ്പം ഓടിച്ചിരുന്നവർ വലിയ വലിയ റൈഡർമാരായി, വലിയ വലിയ വണ്ടികളും കാര്യങ്ങളും മാറ്റങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർക്ക് അറിയില്ല. ഞാൻ ഓടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഞാൻ ട്രാക്കിൽ പോയിട്ട് എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു പ്രോപ്പറായിട്ട് എനിക്കൊരു മെക്കാനിക്കില്ല, അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ വണ്ടി നന്നായിട്ട് ചെയ്യണം. മറ്റുള്ളവർ വണ്ടി കണ്ടിട്ട് നമ്മൾ പോയിട്ട് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് അത്യാവശ്യം പൈസ ഒക്കെ കൊടുത്ത് അവരെ നല്ല റേഞ്ചാണിപ്പോൾ, ഭയങ്കര പെർഫോമൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വണ്ടി എനിക്ക് തന്നത് ഞാൻ ഓടിക്കുമ്പോൾ അതെനിക്ക് മറ്റുള്ള റൈഡർമാരെടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പൈസയൊക്കെ ചിലവായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയി. അപ്പോൾ ഇതുവരെയായിട്ടും ആരും എനിക്കൊരു നല്ലൊരു വണ്ടി തന്നിട്ടില്ല, വണ്ടി പണി തന്നിട്ടില്ല. ആത്മാർത്ഥമായിട്ട് ഈ ഫീൽഡിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഈ ഒരു റേസിനോടാണ്. എൻ്റെ ഷോപ്പിൻ്റെ പേരാണ് ബ്ലാക്ക്. ആ ഒരു നെയിമിലാണ് ഞാൻ അറിയപ്പെടുന്നത്. അധികം ആൾക്കാർക്ക് എന്നെ അറിയില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം വെച്ചാൽ അധികം പ്രൈസൊന്നും നേടാത്തതുകൊണ്ട്. അപ്പോൾ ബ്ലാക്ക് മോട്ടോ റേസിംഗ് എന്ന ഒരു ടീമിലാണ് ഞാൻ ഓടിക്കുന്നത്. എൻ്റെ ടീം തന്നെയാണ് ബ്ലാക്ക് മോട്ടോ റേസിംഗ്. ഇതിപ്പോൾ എൻ്റെ ലോഗോയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വരാൻ കാരണം ഇനി മുതൽ ഇവിടെ നിന്നിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ പങ്കെടുക്കുന്ന ഈവൻറ്റും കാര്യങ്ങളും അതിലുണ്ടാകുന്ന കുറേ സംഭവങ്ങളും എല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ബൈക്ക്, എൻ്റെ നമ്പർ 2 ആണ്. എനിക്ക് ഇനി റേസിൽ പോകുമ്പോൾ എനിക്ക് നമ്പർ ഒക്കെ ചേഞ്ചിങ് വരും, അത് പറയാൻ പറ്റില്ല. അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. നമ്മൾ ബുക്കിങ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് 2 തന്നെ കിട്ടും. അപ്പോൾ 2-ലാണ് ഓടിക്കുന്നത്. നെയിം ബ്ലാക്ക് എന്ന നെയിമിലാണ് ഓടിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു മെക്കാനിക്കിൻ്റെ വർക്ക്ഷോപ്പ് 24 ആണ് ഇപ്പോൾ എൻ്റെ വണ്ടി ട്യൂൺ ചെയ്ത് തരുന്നത്. വണ്ടി പ്രോപ്പറായിട്ട് എൻജിനൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെന്നുള്ളത് വർക്ക്ഷോപ്പ് 24 ആണ്. പട്ടാമ്പിൽ വിഷ്ണു JK എന്നൊരു എൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം മുന്നേ റൈഡറായിരുന്നു. ഞാനും ആടും ഒരുമിച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ എന്നോട് ഭയങ്കര ഇഷ്ടം. കൂടുതൽ നമുക്ക് ഒരു വണ്ടി ചെയ്തു തരാൻ ആ ഒരു മനസ്സിനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. കാരണം വെച്ചാൽ എല്ലാവരും നമ്മളെ പെറ്റിക്കാണ് കറക്റ്റായിട്ട്. നമുക്ക് എക്സ്പെർട്ട് റേഞ്ച് തരാന്നിട്ട് ഒരുപാട് പൈസ മേടിച്ചിട്ട് ബിഗിനേഴ്സ് റേഞ്ചിലുള്ള വണ്ടി തന്നിട്ട് നമുക്ക് ഈ ബിഗിനർ റൈഡർമാരെ പോലും നമുക്ക് ആ വണ്ടി ഓടിയെത്താൻ പറ്റണില്ല. പിന്നെ കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളും, അത്യാവശ്യം ദൂരങ്ങളിൽ എക്സ്പെൻസ് ചെയ്ത് നമ്മൾ വണ്ടിയും കാറൊക്കെ ആയിട്ട് പോയിട്ട് ഓരോ വണ്ടി പണിതിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള റേസ് ഇപ്പോൾ കുറേ കാലങ്ങളായി ഓടിച്ച്, കഴിഞ്ഞ തൃശ്ശൂർ റേസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു, ബാൻഡിറ്റോസ് റേസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ഒരു റേസ് ഉണ്ടായിരുന്നു,
ആ റേസിലൊക്കെ ഓടിച്ചു. എല്ലാത്തിനും ഫൈനലിലും കാര്യങ്ങളൊക്കെ കയറി. അപ്പോൾ കഴിഞ്ഞപ്പോൾ തൃശ്ശൂരുണ്ടായിരുന്നു ലോ ബ്രേക്കേഴ്സിൻ്റെ ഒരു റേസ് ഉണ്ടായിരുന്നു. ആ റേസിൽ ഞാൻ ഓടിച്ചിട്ട് ഫൈനലിലുണ്ടായിരുന്നു നോവൈസ് ക്ലാസ്സിൽ. അപ്പോൾ അതിൽ എൻ്റെ ഈ ഒരു ഹെഡിൻ്റെ ടോപ്പിലെ 2 നെട്ടുണ്ട്. അതിൽ ഒരു നെറ്റിൻ്റെ ത്രെഡ് പോയിട്ട് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി ഇരുന്നിരുന്നില്ല. അപ്പോൾ ഈ ഹെഡിൽ കൂടെ എൻജിൻ ഓയിൽ ലീക്കായിട്ട് കംപ്ലീറ്റ് കണ്ട എൻജിൻ ഓയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പെർഫോമൻസ് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി കറക്റ്റായിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഫൈനലിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫൈനലിൽ തന്നെ ഓടിക്കുമ്പോൾ ചെറുതായിട്ട് തന്നെ ഒരു ടൈമിൽ ഒരു റൈഡർ തന്നെ ലോക്ക് ചെയ്തിട്ടാണ് ഓടിച്ചത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അതിപ്പോൾ റേസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയുള്ള എല്ലാ റേസിലും ഞാൻ കറക്റ്റായിട്ട് ഓടിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ള പ്രൈസ് വരണം. അതേപോലെ എൻ്റെ വണ്ടി ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു ഇന്ത്യൻ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൻ്റെ BRT സെറ്റപ്പിലാണ് ഇപ്പോൾ എല്ലാ വണ്ടികളും കാണുന്നത്. എല്ലാ വണ്ടിയും പടക്കുതിര പോലെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഉണ്ടാവണ റേസിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കായി ഈ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസിലേക്ക് വരുന്നത്. യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ നമ്മുടെ വീഡിയോസ് എന്താണ് ഇതിൽ കൂടെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതാണ് എൻ്റെ ഷോപ്പ്, ബ്ലാക്ക് വിനിൽ റാപ്പ് ഷോപ്പാണ്. അപ്പോൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും, റാപ്പിങ്, ബൈക്ക് പെയിൻറ്റിങ്, ഇതൊക്കെ ഒരു ബൈക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സ്റ്റിക്കർ റാപ്പിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം കൂടി അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ വണ്ടികളൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാനും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ തന്നെയാണ് തുടങ്ങി വരുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടുതൽ. അപ്പോൾ വളരെയധികം താങ്ക്സ്.